മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണൻ്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് മാർക്കോ കണ്ടെത്തുന്ന രീതിയിലുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. കാരണം നമ്മളുടെ മഹാലക്ഷ്മി ഇതുവരെ ഈ പ്രതാപനാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നതെന്നുള്ള സത്യം കണ്ണനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ മാർക്കോയായിട്ട് തന്നെ ആ സത്യങ്ങളൊക്കെ കണ്ണൻ്റെ അടുത്ത് വെളിപ്പെടുത്തുന്ന എപ്പിസോഡുകളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ പ്രതാപൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് മോഹിനിയും പ്രതാപൻ്റെ അമ്മയും നോക്കുന്നുണ്ടെങ്കിലും പ്രതാപനെ ഒന്നും കാണുന്നില്ല. ഈ സമയത്താണ് നമ്മളുടെ മാർക്കോയുടെ ബുള്ളറ്റുമായിട്ട് ആ വഴി വരുന്നത്. അപ്പോൾ പ്രതാപൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോണ കാണുമ്പോൾ മാർക്കോ വിചാരിക്കുന്നുണ്ട്, ഇതാരാ, പ്രതാപനാണല്ലോ, ഇവരെന്തിനാ ഈ നേരത്തെ ഇതിലേ പോണേ, എന്തായാലും നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ ബുള്ളറ്റ് തിരിച്ചു വന്നിട്ട് ഈ പ്രതാപൻകിട്ട് ഒരു ചവിട്ട് കൊടുക്കുമ്പോൾ പ്രതാപൻ അങ്ങനെ നിലത്തേക്ക് അടിച്ചു വീഴുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ പ്രതാപന് ബോധം വരുന്നുണ്ട്. ശരിക്കും ഈ പ്രതാപൻ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ഏതോ ഒരു കൺകെട്ട് വിത്തി പോലെയാണ് ഈ പ്രതാപൻ തനിയെ ഇറങ്ങി പോകുന്നത്. ശരിക്കും ആ ഒരു ദിവ്യയായ അമ്മയുടെ പണി തന്നെയാണ്. ചവിട്ട് കൊണ്ട് വീണതും പ്രതാപനാണെങ്കിൽ ബോധത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പം, അല്ല മാർക്കോ, നീ എങ്ങനെയാ എൻ്റെ റൂമിൽ എത്തിയെന്ന് ചോദിക്കുമ്പം, ഇത് നിൻ്റെ റൂമൊന്നുമല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ റോഡാണ്, നീ അവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ എൻ്റെ റൂമിൽ കിടന്ന് ഉറങ്ങിയതാലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നേ, ഇനി നീ എങ്ങാനും എന്നെ വീട്ടിൽ കയറി എടുത്തുകൊണ്ട് ഇവിടെ ഇട്ടതാണോടാന്ന് ചോദിക്കുമ്പം, ഞാൻ കൊടുന്നതൊന്നും അല്ല, ഞാൻ വരുമ്പം ഇയാൾ ഇതിക്കടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, ഇയാളെ കണ്ട് ഞാൻ വണ്ടി നിർത്തിയെന്നുള്ളൂ, എന്നാൽ മാർക്കോ ഒരു പണി ചെയ്യാവോ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടു വിടാവോ, എനിക്ക് പേടിയായിട്ട് പാടില്ല എന്ന് പറയുമ്പം, നീ ഇപ്പോൾ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ കൂടെ പോന്നിട്ടുണ്ട്, നിന്നെ കൊണ്ടുവന്ന് വിടലൊന്നും അല്ല എനിക്ക് പണി, എന്തായാലും നീ ഇനി പേടിച്ച് തന്നെ ജീവിക്കണം, അത്രയ്ക്കും ദുഷ്ടതകൾ ചെയ്തേക്കണം, നീ എന്തായാലും എന്നെ ഒരു പ്രേതം ആക്രമിക്കാൻ വന്നതാന്നൊക്കെ പറയുമ്പോൾ, നീ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടല്ലോ, അവരുടെ ആരുടെയെങ്കിലും ആത്മാവായിരിക്കും, എന്തായാലും ഈ സ്ഥലം അത്ര നല്ലതൊന്നും അല്ല, എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്കുന്നു പറഞ്ഞ് മാർക്കോ പോകുമ്പോൾ ഈ പ്രതാപനാണെങ്കിൽ ഈ മാർക്കോയുടെ പുറകെ ബൈക്കിൽ കയറാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും മാർക്കോ കയറ്റാണ്ട് തന്നെ പോകുന്നുണ്ട്. പിന്നീട് പ്രതാപൻ എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് വീട്ടിലോട്ട് എത്തുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എടാ പ്രതാപ, നീ ഇതെവിടെ പോയി തറന്നു ചോദിക്കുമ്പോൾ, ഒന്നും പറയണ്ട അമ്മ, അന്നത്തെ പോലെ തന്നെ ഞാൻ റൂം തുറന്ന് ഇറങ്ങിപ്പോയി, എനിക്കൊന്നും ഓർമ്മയില്ല, റോഡിൽ വെച്ച് ഞാൻ മാർക്കോയെ കണ്ടു, അവനെ കണ്ടപ്പോഴാണ് എനിക്ക് ബോധം തിരിച്ചു കിട്ടിയത്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അവനെങ്ങനെയാ നിൻ്റെ അടുത്ത് വന്നതെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്ക് അറിയില്ല അമ്മ, എന്തായാലും ആ പ്രേതം അവനുമായിട്ട് നല്ല ബന്ധമുണ്ട്, ആ വിശ്വനാഥൻ്റെ പ്രേതം അവൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോണത് ഞാൻ കണ്ടതാ അമ്മ, അത് കണ്ടതോടുകൂടി ഞാൻ പേടിച്ച് അവിടെ നിന്ന് ഓടുമായിരുന്നു. ആ സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിലേ അവൻ അന്ന് പറഞ്ഞില്ലേടാ, അവൻ പകുതി ദൈവവും പകുതി മനുഷ്യനുമാണ്, അതുകൊണ്ട് അവൻ്റെ കൂടെയായിരിക്കും ആ കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് നടക്കണേ, ഇനി എന്തായാലും നീ പുറത്തേക്കൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അതിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതല്ലല്ലോ അമ്മ, ഞാൻ അറിയാണ്ട് തന്നെയല്ലേ ഞാൻ റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയേ. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ചെയ്തതിൻ്റെ ശിക്ഷയെ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം, കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവാ നിങ്ങൾ ഉപദ്രവിക്കണമെങ്കിൽ ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല, കാരണം അയാളെ ഈ ലോകത്തു നിന്നും ഇല്ലാതെ ആക്കിയത് നിങ്ങളല്ലേന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ നമ്മളുടെ കണ്ണനെയും അനന്തുവിനെയും ലേഖനെയൊക്കെയാണ് കാണിക്കണേ. ഈ അനന്തു കണ്ണനോട് പറയുന്നുണ്ട്, ഇപ്പം എന്താടാ ഒരു പ്രത്യേകിച്ച് പൂജ നടത്തണമെന്ന് പറയണേന്ന് ചോദിക്കുമ്പം എല്ലാവരും പറയണ അച്ഛന് വേണ്ടി പൂജകളൊന്നും നടത്താത്തത് കൊണ്ട് ആ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവണേന്നാ, ഇനിയിപ്പോൾ ഞാനായിട്ട് തടഞ്ഞു എന്ന് വേണ്ട, അതുകൊണ്ട് തന്നെ വീട്ടിൽ അടുത്ത ദിവസം തന്നെ ഒരു പൂജ ഉണ്ടാവുമെന്ന്. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും തട്ടിപ്പുണ്ടോടാന്ന് ചോദിക്കുമ്പം, അതൊന്നും അറിയില്ല, ഇതിപ്പോൾ അമ്മാവനും അമ്മയും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തേക്കണേ. പിന്നെ കരുണയുടെ അച്ഛനില്ലേ, കരുണയുടെ അച്ഛൻ എൻ്റെ അച്ഛനെ പല പ്രാവശ്യം പ്രേതമായിട്ട് വന്ന് കണ്ടു എന്നൊക്കെ പറയണേ കേട്ടു. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, അതിന് കരുണയുടെ അച്ഛന് നിൻ്റെ അച്ഛനെ പരിചയം ഉണ്ടോയെന്ന്. അതാ ഞാനും ആലോചിക്കണേ, എൻ്റെ അച്ഛനെ കരുണയുടെ അച്ഛനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, പിന്നെ കരുണയുടെ അച്ഛനെ ശല്യം ചെയ്യാനായിട്ട് എൻ്റെ അച്ഛനെ എങ്ങനെ ചെല്ലും, ഇന്ന് വരെ എൻ്റെ അച്ഛനെ കൊണ്ട് എനിക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ലല്ലോ. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കരുണയുടെ അച്ഛനെങ്ങാനും ആയിരിക്കുമോടാ നിൻ്റെ അച്ഛൻ്റെ ബുള്ളറ്റിൽ ലോറി കൊണ്ടുവന്ന് ഇടിപ്പിച്ചതെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയില്ലടാ എന്തോന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയും കണ്ണനെയാണ്. മാർക്കോയാണെങ്കിൽ കണ്ണനോട് ഈ പ്രതാപനെ കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അയാൾക്കൊരു പേടി കിട്ടിയത് നന്നായി, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുഞ്ഞിനെ മഹിയുടെ വയറ്റിൽ വെച്ച് തന്നെ കൊന്നു കളയാൻ തീരുമാനിച്ചവനല്ലേ അവൻ എന്ന് ചോദിക്കുമ്പം, അതിന് അവനക്ക് ദൈവം കൊടുത്ത ശിക്ഷ ഇത്, ഇപ്പം അവൻ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞു പേടിച്ച് ഓടി നടക്കുവാന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്, അവൻ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ പ്രേതത്തെയാണ് അവൻ പറയണത്,
അതെങ്ങനെയാണ് സാറേ, ഈ പ്രതാപന് സാറിൻ്റെ അച്ഛനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല മാർക്കോ, എൻ്റെ അച്ഛനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് അയാളുടെ പുറകെ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ചെല്ലണേന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുമ്പം എനിക്കൊരു സംശയമുണ്ട് കണ്ണൻ സാറേ. എന്തായാലും ഈ പ്രതാപൻ നല്ലൊരു ലോറി ഡ്രൈവറായിരുന്നു. ഇനി അയാളെങ്ങാനും ആയിരിക്കുമോ കണ്ണൻ സാറും അച്ഛനും പോയ ബുള്ളറ്റിലേക്ക് ലോറി ഓടിച്ച് കയറ്റിയത്. അയാളാണെങ്കിൽ പണ്ട് മുതലേ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളാണ്. നല്ല രീതിയിലൊന്നും അല്ല അയാൾ പണം സമ്പാദിച്ചേക്കണേ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം കണ്ണൻ സാറിൻ്റെ അച്ഛനെ കൊന്നത് ഈ പ്രതാപനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയില്ല മാർക്കോ. എന്തായാലും കണ്ണൻ സാറിൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ആ പ്രതാപന് പിന്നെ പേടിയില്ലാണ്ട് നടക്കാൻ പറ്റും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അവൻ പേടിച്ച് നീറി വേണം ഇനി മുന്നോട്ട് ജീവിക്കാൻ. അതിന് വേണ്ട മാർഗ്ഗങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് വീട്ടിൽ കർമ്മങ്ങളും പൂജയൊക്കെ നടത്തി അച്ഛൻ്റെ ആത്മാവിനെ ആവാഹിക്കാനാണ് തീരുമാനിച്ചേക്കണേന്ന്. അതെന്നാന്ന് ചോദിക്കുമ്പം അത് ഇന്ന ദിവസമാണെന്നൊക്കെ കണ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ ദിവസം ഞാനവിടെ എത്തിക്കോളാം എന്നുള്ള മാർക്കോയുടെ വാക്കും കേട്ടുകൊണ്ട് കണ്ണനാണ് ഈ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ കരുണയെ വിളിച്ചിട്ട് ഈ പ്രതാപം വീണ്ടും ഇറങ്ങിപ്പോയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി ഒന്നും ശ്രദ്ധിച്ചില്ലേ, വീട് പൂട്ടിയിടാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം എനിക്കറിയോ മോളെ, അവനിപ്പോൾ രാത്രി വാതിൽ തുറന്ന് ഇറങ്ങിപ്പോകുന്നു. ഞാൻ വാതിൽ തുറക്കണ ഒച്ചയായിട്ട് വന്ന് നോക്കിയപ്പം വാതിലൊക്കെ തുറന്ന് കിടക്കുക. അവൻ്റെ മുറി ചെന്ന് നോക്കിയപ്പം റൂമിൻ്റെ വാതിലും തുറന്ന് കിടക്കുക. അവൻ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടൊന്നും കണ്ടു കിട്ടിയില്ല. അവൻ രാത്രി തനിയെ ഇറങ്ങി റോട്ടിൽ കൂടെ ഒരു 1.5 കിലോമീറ്റർ പോയി എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ അവൻ തിരിച്ചിവിടെ എത്തി മോളെ. എന്തായാലും ആ മാർക്കോയ്ക്കും കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. കണ്ണൻ്റെ അച്ഛൻ്റെ പ്രേതം മാർക്കോയുടെ ബുള്ളറ്റിൽ കയറി പോണ കണ്ടു എന്നാണ് പ്രതാപം പറഞ്ഞിരുന്നു. അത് കേട്ടതും കരുണ പറയുന്നുണ്ട് ഇതെന്തൊക്കെയാണ് മുത്തശ്ശി പറയണേ, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല, പ്രതാപം പറഞ്ഞതല്ലേ എനിക്കറിയുള്ളൂ. എന്തായാലും നാളെ തന്നെ ഇവിടെ പൂജയ്ക്കുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് മുത്തശ്ശി. നാളത്തോടുകൂടി അച്ഛൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറും. ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ നാളെ തന്നെ ആവാഹിക്കുമെന്നാണ് പറഞ്ഞേന്ന്. അതേതായാലും നന്നായി മോളെ, അല്ലെങ്കിൽ പ്രതാപൻ പേടിച്ച് വലിയ പ്രാന്തും പിടിച്ചേരേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും അതുപോലെ ദുർഗയും എല്ലാവരും കുളിച്ച് റെഡിയായി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് വാമദേവനും സീമന്തിനെയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. വന്നതും ചോദിക്കുന്നുണ്ട് പൂജാരി വന്നില്ലേ എന്ന് ചോദിക്കുമ്പം അയാൾ ഇപ്പം തന്നെ വരും, ഞാൻ അയാളെ വിളിച്ചിട്ടാണ് വന്നതെന്ന് വാമദേവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ നോക്കി നിൽക്കുന്ന സമയത്ത് പൂജാരി വരുന്നുണ്ട്. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് കർമ്മങ്ങൾ തുടങ്ങാമെന്നും പറഞ്ഞ് പൂജാരി കർമ്മങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ഈ ദുർഗ ചോദിക്കുന്നുണ്ട് സ്വാമി വിശ്വട്ടൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട് ഉവ്വ ആ ആത്മാവ് ഇവിടെ ഉണ്ട്, എത്രയും പെട്ടെന്ന് ഞാൻ ആ ആത്മാവിന് മോക്ഷം കൊടുക്കാമെന്ന്. അങ്ങനെ ദുർഗ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് വിശ്വട്ടൻ്റെ ആത്മാവിന് മോക്ഷം കൊടുക്കണം, അല്ലെങ്കിൽ അതെൻ്റെ കുടുംബത്തെ ബാധിക്കുന്നു. അങ്ങനെ അയാൾ പൂജകളൊക്കെ ചെയ്തു തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അയാളിങ്ങനെ ചോദിക്കുന്നുണ്ട് ജീവിതം തീർന്ന് ഈ ഭൂമിയിൽ നിന്നും പോയതല്ലേ, പിന്നെ എന്തിനാ ഈ ഭൂമി കിടന്ന് ചുറ്റിത്തിരിയണേന്ന്. ആ സമയത്ത് ആത്മാവ് ഒരു അശരീരി പോലെ പറയുന്നുണ്ട് എന്നെ തീർത്തവരെയൊക്കെ തീർത്തിട്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ എന്ന്. ഈ സമയത്ത് നമ്മളുടെ വാമദേവനാണെങ്കിൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇയാളെങ്ങാനും ഞാൻ ആ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചേന്നെങ്ങാനും പറയുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളുടെ മാർക്കോ അങ്ങോട്ട് വരുന്നത്. മാർക്കോയെ കണ്ടതും ഈ മന്ത്രവാദിനിക്ക് മാർക്കോനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആ വരുന്നവനും ആ പ്രേതവും തമ്മിൽ ബന്ധമുണ്ട്, അവനാരാ, അവനക്ക് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിക്കണം. അത് കേട്ടതും മാർക്കോ ഇറങ്ങി ചെന്നിട്ട് ഞാൻ ആരാന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ മതിയോടാന്ന് ചോദിച്ചുകൊണ്ട് ആ കത്തിച്ച് വെച്ചിരുന്ന നിലവിളക്കൊക്കെ തട്ടി തെറിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നീ ആരാടാ, നീ എന്താ ഈ കാണിക്കണേന്നൊക്കെ ചോദിച്ച് അയാൾ ഒച്ചെടുക്കുന്ന സമയത്ത് മാർക്കോയാണെങ്കിൽ അവിടെ ഇരുന്ന സർവ്വ സാധനങ്ങളും തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. അതിലൊരു കൊട്ടയെന്ന് അയാളുടെ തലയിലേക്ക് തന്നെ വീഴുന്നുണ്ട്. അയാൾ വേഗം തന്നെ ഞാനിവിടുന്ന് പോവാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്ന സമയത്ത് വാമദേവനും സീമന്തിനിയും ദുർഗ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി വന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ കാണുന്നില്ലേ, മാർക്കോ എന്താ ചെയ്യണേന്ന്, മാർക്കോയോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാമെന്ന്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട് മാർക്കോ നീ എന്താ ഈ കാണിക്കണേ, നീ ഇവിടുന്ന് പോയേ, നീ എന്തിനിവിടെ പ്രശ്നം ഉണ്ടാക്കണേന്ന് ചോദിക്കുമ്പം ഇവിടെ എന്തൊക്കെയോ കർമ്മങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത്, എന്തായാലും ഈ കർമ്മം നടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയം ഉണ്ണി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് തീരുമാനിക്കാൻ നീ ആരാ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാനാ തീരുമാനിക്കണേ, അല്ലെങ്കിൽ കണ്ണേട്ടൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞതും നീ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കണ്ട, നിനക്ക് എവിടെ നിന്നാണ് ഇത്ര ധൈര്യം എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ കോളറിന് കയറി പിടിച്ചിട്ട് ചെവിട് നോക്കി 2 അടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും കരുണയാണെങ്കിൽ ഓടി വന്നിട്ട് ഇയാളെന്തിനാ ഉണ്ണിയേട്ടനെ തലണ വിടറോ എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പം നീ മാറി നിന്നോ, ഞാനൊരു പെണ്ണാന്നൊന്നും വിചാരിക്കില്ല, നിനക്കിട്ടും കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞതും കരുണയാണെങ്കിൽ നീങ്ങി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത്
ഈ കണ്ണൻ ചെന്നിട്ട് പറയുന്നുണ്ട്, മാർക്കോ നീ എന്താ ഈ കാണിക്കണേ, എൻ്റെ അനിയനെ വിട്ടേന്നും പറഞ്ഞുകൊണ്ട് വഴക്ക് പറഞ്ഞു മാർക്കോയെ ഉണ്ണിയിൽ നിന്നും മാറ്റി വിടുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മളുടെ വാമദേവനാണെങ്കിൽ മാർക്കോ ഇനി വാമദേവനെ എന്തെങ്കിലും ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ച് പേടിച്ച് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ദുർഗ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കണേ, ഏട്ടൻ ആണല്ലേ, അവനോട് ചെന്നിട്ട് 2 കൊടുക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു ദുർഗ, ഇവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല, ഇനി എന്തായാലും ഒന്നും കൂടെ മേടിച്ച് കൂട്ടാനൊന്നും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ വാമദേവനാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനി മുന്നോട്ട് പ്രതാപനും വാമദേവനും എല്ലാം ഭയന്ന് ജീവിക്കേണ്ട ഒരു എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. കാരണം ആ ദിവ്യയായ ഒരമ്മ തീരുമാനിച്ചിട്ടുണ്ട് പ്രതാപൻ ഇനി പേടിച്ച് തന്നെ ജീവിച്ചാൽ മതിയെന്ന്. എന്തായാലും ഈ വിശ്വനാഥനെ കൊന്നത് പ്രതാപനാണെങ്കിലും കൊട്ടേഷൻ കൊടുത്തത് വാമദേവനായതുകൊണ്ട് ഇനി വാമദേവനക്കും പേടിച്ചിട്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലാത്ത രീതിയിലുള്ള എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.